കേരളത്തിൽ ആദ്യമായി കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ ഹൈബ്രിഡ് പഠന രീതി ആരംഭിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യും. സ്കൂളിലെ 700-ലേറെ കുട്ടികൾ ഇനി മുതൽ സ്മാർട്ട് ക്ലാസ് മുറികളിൽ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് പഠിക്കും. സ്മാർട്ട് ക്ലാസ് മുറികളും ഡിജിറ്റൽ പഠന സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സ്റ്റീം മോഡലുകളിൽ അടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാക്കിയാണ് ആധുനിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. ടെക് അവാൻഡ് ഗാർഡ്, മൈക്രോസോഫ്റ്റ്, ഇന്റൽ എന്നീ കമ്പനികളുടെ സഹകരണത്തോടെ നൂതന പദ്ധതി നടപ്പിലാക്കുന്നത്. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ ടെക് അവാൻഡ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇന്റൽ, മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളുടെ സഹായത്തോടു കൂടിയിട്ട് ഹൈബ്രിഡ് ലേണിംഗ് എന്ന പദ്ധതി നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഡിജിറ്റൽ പഠനവും നൈപുണ്യ വികസനവും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്ത് ആദ്യ ഹൈബ്രിഡ് പഠന രീതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സുരക്ഷിതവും കാലാനുസൃതമായ മാറ്റത്തിന് ഈ പഠന രീതി വഴിതെളിക്കും. 2 വർഷമായിട്ട് ഈ പ്രോസസ്സിലായിരുന്നു. അവസാനം ഞങ്ങൾ ഏകദേശം ഒരു സ്റ്റേജിലെത്തി. ഇപ്പോൾ ഡോൺ ബോസ്കോ കട്ടപ്പന ഇന്ത്യയിൽ ധാരാളം സ്കൂളുകളുണ്ട്. വലിയ വലിയ സിറ്റികളിൽ വലിയ സ്കൂളുകളൊക്കെ ഉണ്ട്. വലിയ സിറ്റികളിൽ ഈ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് കട്ടപ്പന ഈ സ്കൂളിൽ ഇവിടെ വരാൻ കാരണം എന്ന് തീർച്ചയായിട്ടും ആരും ചോദിക്കും. എന്തുകൊണ്ട് ഇവിടെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വളരെ ചെറുതായിട്ട് എന്നുള്ള ഇതിനകത്ത് തോന്നും. കട്ടപ്പന ഒരു ചെറിയ സ്ഥലത്ത് ഇതെങ്ങനെ വന്നു? സത്യത്തിൽ ഇതിൻ്റെ 2 കാരണങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന്, ഇത് ഡോൺ ബോസ്കോ സഭ ആ കോൺഗ്രിഗേഷൻ്റെ ഒരു സ്കൂളാണെന്നുള്ളതാണ് ഒരു കാരണം. കോഡിങ്ങും പ്രോഗ്രാമിങ്ങും സൈബർ സുരക്ഷിതത്വത്തിന്റെ പഠനവുമെല്ലാം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ സ്വായത്തമാക്കാം. കുട്ടികൾക്ക് ആഗോള തലത്തിലുള്ള പഠനാവസരങ്ങൾ പദ്ധതി തുറന്നു കൊടുക്കും. വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അന്താരാഷ്ട്ര ക്ലാസുകളിൽ പങ്കെടുക്കാനും പുതിയ സംസ്കാരങ്ങളെ അറിയാനും കഴിയുന്നതിലൂടെ ആത്മവിശ്വാസം വളരുമെന്നും അധികൃതർ പറഞ്ഞു. And then we have the largest country in the world, okay, and the youngest country in the world. If we don't teach them properly, they'll be unlucky. Okay, that's what is going to happen. So, what is the next steps? Fine. When COVID came into the picture, that's when we realized that digital transformation is required, because education is no more the industry that cannot do without any digital transformation. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, ടെക് അവാൻഡ് ഗാർഡ് സിഇഒ അലി സേട്ടർ, കാർട്ട് ബ്ലാഞ്ച് ഡയറക്ടർ KV വിൻസെന്റ്, PTA പ്രസിഡന്റ് സണ്ണി സേവിയർ, പ്രിൻസിപ്പൽ ജോജോ എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.